ഇടുക്കി രാജാക്കാട് തിങ്കൽക്കാട്ടിൽ 5 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലുവാണ് മരിച്ചത്. അസം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം രാവിലെ കൃഷിയിടത്തിൽ ജോലിക്ക് പോയതായിരുന്നു. രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, ഈ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തി ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതി എങ്ങനെയാണ് ഉണ്ടായത്? കാറിനുള്ളിൽ കുട്ടിയെ മനഃപൂർവ്വം വയ്ക്കുകയായിരുന്നോ അതോ മറന്നുപോയതാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇടുക്കി രാജാക്കാട് തിങ്കൽക്കാട്ടിലാണ് സംഭവം ഉണ്ടാകുന്നത്. അതിഥി തൊഴിലാളികളുടെ മകളായ കൽപ്പന കുലു എന്ന 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് അവർ വാഹനത്തിൽ ഇരുത്തിയ ശേഷം കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു. ഈ വാഹനം എന്ന് പറയുന്നത് ഈ തോട്ടം ഉടമയുടെ വാഹനമായിരുന്നു. പിന്നീട് അത് വിൻഡോ ഒക്കെ താത്തിട്ട ശേഷം അല്ലെങ്കിൽ അത് തുറന്നിട്ട ശേഷമാണ് ആ കുട്ടിയെ അതിനകത്ത് ഇരുത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിക്ക് കടുത്ത പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നുമൊക്കെ വാങ്ങി നൽകിയ ശേഷം വാഹനത്തിൽ ഇരുത്തുകയായിരുന്നു. ഈ കൃഷി ഇടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വാഹനം പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഉച്ചയ്ക്ക് ശേഷം തോട്ടത്തിൽ ജോലിക്ക് ചെയ്ത ശേഷം തുടർന്ന് 2 മണിക്കൂറിന് ശേഷമാണ് അവർ തിരിച്ചെത്തിയപ്പോഴാണ് ഈ 5 വയസ്സുള്ള കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വല്ലാതെ പനി കൂടിയതാണ് മരണകാരണം എന്നുള്ളതാണ് ഈ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. വാഹനത്തിനുള്ളിൽ തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ കുട്ടിയെ കാറിനുള്ളിൽ കണ്ടെത്തുന്നത്. ഈ ഉടമയുടെ വാഹനമായിരുന്നു. ആ വാഹനത്തിനുള്ളിലാണ് കുട്ടിയെ സുരക്ഷിതമായി ഇരുത്തി ഇവർ തോട്ടത്തിലേക്ക് ജോലിക്കായി പോയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത പനി അത് വീണ്ടും ഉണ്ടായതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടുമ്പൻചോല പോലീസാണ് തുടരന്വേഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ലക്ഷ്മി, അത്യന്തം ദാരുണമായ ഒരു മരണവാർത്തയാണ്. എന്തായാലും ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.